ഹലോ ന്യൂ ഇയർ ന്യൂ മീ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ട് ഹോം മേക്കേഴ്സിന് ഒരു ടു ഡു ലിസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഒരു നോട്ട്ബുക്കും പെന്നും ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഒക്കെ തുടങ്ങല്ലേ, അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സീരീസിൽ അത് ഇൻക്ലൂഡ് ആക്കിയത്. അപ്പോൾ ഒരു ദിവസത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അല്ലേ. നമ്മൾ ജോലിക്ക് പോകുന്നവരും കൂടിയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും മിസ് ഔട്ട് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സമയത്തിന് നമുക്ക് ഒന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഫുള്ളി എനിക്കിത് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏത് കാര്യവും അങ്ങനെയാണല്ലോ, നമ്മൾ തുടങ്ങുമ്പം നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുകയും ചെയ്യും. നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണ്ട, കുറച്ചും കൂടി ഈസി ആയിട്ട് പണ്ട് ചെയ്ത പോലെ ചെയ്യാമെന്ന് തന്നെയാണ് തോന്നുക. പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഡേ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെപ്പോഴാണ് ഒരുവിധം എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. എല്ലാ ദിവസവും കൃത്യമായിട്ട് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു ടൈം ഉണ്ടാവും. എന്നാലും ഒരു ഏകദേശം ഒന്നില്ലെങ്കിൽ നമ്മളൊരു 6 മണി 5:30 ഹോം മേക്കേഴ്സ് ആകുമ്പോൾ ഏകദേശം ഈ ഒരു സമയത്തൊക്കെയാണ്. അപ്പം ആ ഒരു ടൈമും അതുപോലെ നമ്മൾ ലാസ്റ്റ് കിടന്നുറങ്ങുന്ന ഒരു ടൈമും ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈമിൻ്റെ ഇടയിലുള്ള സമയമാണ് നമ്മുടെ കയ്യിലുള്ള വേക്കപ്പ് ടൈം. നമ്മൾ വേക്കായിട്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി കിട്ടുന്ന സമയം. ബാക്കി സമയം നമ്മൾ ഉറങ്ങുക, നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയമാണല്ലോ. ഇനി പകലും നമുക്ക് റെസ്റ്റിന് സമയം വേണം, എന്നാലും ജനറലി നമ്മളുടെ ഒരു ഡേ ടൈം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ ഒരു ദിവസത്തിന് നമുക്ക് പല പല സെക്ഷൻസായിട്ട് തിരിക്കാം. അപ്പോൾ ഏറ്റവും രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ അത് കഴിഞ്ഞ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഏർലി മോർണിംഗ് സെറ്റായിട്ട്, അല്ലെങ്കിൽ ഒരു ഏർലി മോർണിംഗ് റുട്ടീനായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് രാവിലെ എനിക്കൊരു ഇപ്പം 5 എന്നാണ് വേക്കപ്പ് ടൈം കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം 5:30 തന്നെയാണ് കേട്ടോ എഴുന്നേക്കാറ്. എന്നാലും എൻ്റെ ഒരു ഐഡിയൽ ടൈമെന്ന് ഞാൻ വിചാരിക്കുന്നത് 5 ആണ്. അപ്പോൾ ഒരു 5 to 6 നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രെയർ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടു ഡു ലിസ്റ്റ് സെറ്റാക്കി വെക്കാം. കുറച്ച് നേരം ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാം. അങ്ങനെ നമുക്ക് ഒരു 1 hour സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുക്കിങ്ങിലേക്ക്, എന്തായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത് കുക്കിംഗ് ആണല്ലോ. അപ്പോൾ 6 തൊട്ടിട്ട് നമ്മളുടെ എപ്പോഴാണോ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവേണ്ടത് ആ ഒരു ടൈം നമ്മൾ അതിന് വേണ്ടി കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ മോൻ്റെ സ്കൂൾ ടൈം എന്ന് പറയുന്നത് 7:15 ആണ്. അപ്പോൾ ആ ഒരു 7:15 ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ടാർഗറ്റ്. പിന്നെ ഒരു 7:30 7:45 ആകുമ്പോഴത്തേനും എനിക്ക് എക്സസൈസ് ചെയ്യണം. അപ്പോൾ ആ ഒരു 2 കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ ജോലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും എനിക്ക് ഇടയിൽ ബ്രേക്ക് എടുക്കാവുന്നതുകൊണ്ട് ലഞ്ച് ഫുള്ളി ഞാൻ പ്രിപ്പയർ രാവിലെ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കാറില്ല കേട്ടോ. അതിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് എക്സസൈസ് ചെയ്യാന്നുള്ളത് രാവിലെ തന്നെ. മാക്സിമം തലേ ദിവസം തന്നെ കുറേ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാൻ നോക്കും. ചിലപ്പം ഓൾറെഡി ചില കറികളൊക്കെ പ്രിപ്പയർ ചെയ്തും വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു എന്താ പറയുക, മോർണിംഗ് റൂട്ടീനിൽ മസ്റ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഒരു ലോഡ് ലോണ്ട്രി വാഷിംഗ് മെഷീനിൽ ഇടുക എന്നുള്ളത്. അത് നമുക്ക് ഈസി ആയിട്ട് രാവിലെ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ചെയ്താൽ ഏകദേശം എൻ്റെ മോർണിംഗിൽ വരുന്ന കാര്യങ്ങളാണിത്. പിന്നെ എനിക്ക് ഡിഷ് വാഷിങ്ങിന് ഒരു ഹെൽപ്പർ ചേച്ചി ഉള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു കാര്യമില്ല. അപ്പോൾ കിച്ചൺ ക്ലീനിങ് ഒന്ന് ഒതുക്കിയിട്ടാൽ മാത്രം മതി. അപ്പം നമുക്കങ്ങനെ ഒരു മോർണിംഗ് റുട്ടീൻ സെറ്റായി. അടുത്തത് നിങ്ങളൊരു ഹോം മേക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് 9 to 12 എന്ന് പറയുന്ന സമയം ക്ലീനിങ്, അതുപോലെ സെൽഫ് കെയർ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക്, പിന്നെ നമുക്ക് പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും കുറച്ച് നേരം എന്തെങ്കിലും ജോബ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസിന് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ വർക്കിംഗ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു 9 to 12 വർക്കിംഗ് ആയിട്ട് തന്നെയാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 12 ആകുമ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് ബാക്കി ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് കംപ്ലീറ്റ് ആക്കും. പിന്നെ ബാക്കി എനിക്ക് കുറച്ച് പ്രെയർ ടൈമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അപ്പം അതാണ് എൻ്റെ ഒരു മിഡ് മോർണിംഗ് റുട്ടീൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പ്രെയറിനും ലഞ്ചിനും ഒക്കെ ശേഷം വീണ്ടും വർക്ക് ടൈം തന്നെയാണ്. അതൊരു ടീ ടൈം വരെ എക്സ്റ്റെൻഡ് ചെയ്യും.
പിന്നെ അത് ടീ ടൈമിന് ഞാൻ വീണ്ടും ഒരു ബ്രേക്ക് എടുത്ത്, അപ്പോഴാണ് കുട്ടികളൊക്കെ തിരിച്ചു വരുന്ന സമയം, നമ്മൾ ചായ കുടിക്കുന്ന സമയമൊക്കെ. അപ്പോൾ അതിന് ശേഷം വീണ്ടും ഒരു 5:30 to 6:30 വീണ്ടും നമ്മൾ വർക്ക് ചെയ്യും. അപ്പം ഇത് എന്താ പറയുക, ഇത് എനിക്ക് ഫ്ലെക്സിബിളാണ്. കാരണം എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിളാണ്. ഞാൻ മസ്റ്റായിട്ടിരിക്കണം അങ്ങനെയല്ല, എൻ്റെ ജോബ് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു റൂട്ടീൻ. അപ്പോൾ എനിക്കിത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ മാറ്റും ഓരോ ദിവസത്തെ പണികളനുസരിച്ച്. എന്നാലൊരു ബേസിക് റുട്ടീൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കാണ് പോവുക. പിന്നെ വീടിൻ്റെ ഫുൾ ക്ലീനിങ് ഞാനല്ലാത്തത് കൊണ്ട് എനിക്ക് എനിക്ക് ഇത്രയും കുറച്ച് സമയം കൊണ്ടാണെങ്കിലും കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം നമുക്ക് പുറത്തുനിന്ന് ഹെൽപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടഫായിരിക്കും, കുറച്ചും കൂടി നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും, കുറച്ചും കൂടി സ്ട്രിക്റ്റായിട്ട് ടൈം പ്ലാൻ ചെയ്യേണ്ടി വരും. നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടി കൂടുതൽ ഇൻവോൾവ് ആക്കി ഡേ പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ അരമണിക്കൂറിലും എന്ത് ചെയ്യണം ആ ഒരു രീതിയിൽ സ്ട്രിക്റ്റായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ വർക്ക് അനുസരിച്ച് നമുക്ക് ഓരോ ദിവസത്തെ ജോലി, വീടിൻ്റെ ജോലിയാണെങ്കിലും നമ്മുടെ അല്ലാത്ത ജോബിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഡിഫറെൻ്റായിട്ട് വരുന്നത് കൊണ്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഇടുന്നില്ലെങ്കിലും ഒരു ഏകദേശം ഐഡിയ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരു 5:30, 6 ഒക്കെ ആകുമ്പോഴത്തേനും ഞാൻ ഫ്രീ ആവാൻ നോക്കാറുണ്ട്. അതിന് ശേഷം ബാക്കി വരുന്ന കുറച്ച് ക്ലീനിങ്, എന്തായാലും കുറച്ച് ഡിഷസൊക്കെ ബാക്കിയുണ്ടാവും, പിന്നെ വീടൊക്കെ ഒന്ന് ഒതുക്കാനുണ്ടാവും, കുട്ടികൾ വന്നിട്ടുണ്ടാകും, അവരുടെ ലഞ്ച് ബോക്സിൻ്റെ ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഡിന്നർ പ്രിപ്പറേഷൻസ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് 4 മണിക്ക് 6 മണിക്കൊക്കെ പ്രെയർ ടൈംസ് ഉണ്ട്, പിന്നെ ഫ്രഷ് ആവണം. അങ്ങനെ പിന്നെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ഇതിൽ നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പം 7 ശേഷം പിന്നെ വീണ്ടും നമ്മൾ ഡിന്നർ പ്രിപ്പറേഷൻസും വൈൻഡിങ് അപ്പും ഒക്കെ ചെയ്യും. പിന്നെ ഒരു 9:30 ഒക്കെ ആകുമ്പോഴത്തേനും നൈറ്റ് റുട്ടീൻ, അതായത് വീടൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ഒതുക്കിയിട്ട് കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് നമ്മളൊരു 10-10:30 ഒക്കെ ആകുമ്പോഴത്തേനും വീണ്ടും തിരിച്ച് ബെഡിൽ സെറ്റ് ആവുന്ന രീതിയിൽ ആണ് ഏകദേശം പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ബിസി ഹോം മേക്കർ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ നമുക്കെപ്പോഴും സമയം തികയുന്നില്ല അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡേയിൽ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊന്ന് ഫിക്സ് ചെയ്ത് അത് കൃത്യമായിട്ട് നമ്മളൊന്ന് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. സമയം എവിടെയാണ് നഷ്ടപ്പെടുന്നത് എന്നും കൂടി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നമ്മളുടെ ഡെയിലി കാര്യങ്ങൾ ചെയ്യാനൊരു ഓർഡറൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ന്യൂ ഇയർ ന്യൂ മീ സീരീസ് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യവും കമൻറ്റ് ചെയ്യണം. മറ്റ് വീഡിയോസൊന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.